ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു. ഞങ്ങൾക്ക് സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നല്ലൊരു ഫേസ് ക്രീമെന്നോ ഫേസ് പാക്കെന്നോ എന്ത് വേണമെങ്കിലും പറയാവേ, നല്ലൊരു സൂപ്പർ പാക്ക് കൊണ്ട് ഇന്ന് വന്നേക്കണത്. നമുക്ക് നല്ല നിറം വയ്ക്കാനും കരിവാളിപ്പ് മാറാനൊക്കെ പറ്റിയ അടിപൊളി അരിപ്പൊടി വെച്ചുള്ള സൂപ്പർ പാക്കാണ് കേട്ടോ. ഡെയിലി വേണമെങ്കിൽ തേക്കാം, അല്ലെങ്കിൽ ആഴ്ച 2-3 തവണയൊക്കെ തേച്ചാലും നല്ല റിസൾട്ട് കിട്ടുന്നത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാവേ. അതിനായിട്ട് ഞാനിതൊരു സംഭവം റെഡി ആക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് പച്ചരിയും ബദാം പരിപ്പും കൂടെ വെള്ളത്തിൽ കുതിർത്തിട്ട് ഒരു 4-5 മണിക്കൂർ കുതിർത്തിട്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ബദാമിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മിക്സിയുടെ ജാറിൽ നല്ലോണം അരച്ചെടുത്ത്, വേണമെങ്കിൽ നമുക്ക് റോസ് വാട്ടർ ഉപയോഗിച്ച് അരച്ചെടുക്കും, അല്ലെങ്കിൽ അത് കുതിർത്താൻ വെച്ച വെള്ളമില്ലേ, ആ വെള്ളം വെച്ചാണെങ്കിലും ഒന്ന് അരച്ചെടുത്താൽ മതിയാവുക. നന്നായിട്ട് അരച്ചെടുത്ത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്ത അടിപൊളി ഒരു ക്രീം എന്ന് എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. ഈ ഒരു സംഭവം സൂപ്പറാണ്. വേണമെങ്കിൽ നമുക്ക് ഇത് തന്നെ നമുക്ക് മുഖത്ത് തേക്കാൻ നല്ലതാണ്. നമുക്ക് ഇച്ചിരി കൂടെ റിസൾട്ട് കിട്ടാനായിട്ട് നമുക്ക് വേറെ 2 സംഭവങ്ങൾ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഇത് നമ്മൾ കൈയിട്ടൊന്ന് ഇളക്കരുത്, സ്പൂൺ ഉപയോഗിച്ച് മാത്രം എടുത്താൽ മതി കേട്ടോ. ഇതിൽ ബാക്കിയുള്ള നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ല, ഡെയിലിയൊക്കെയാണെങ്കിൽ നമുക്ക് കയ്യിലും കാലിലൊക്കെ ഡെയിലി തേക്കാം. മുഖത്ത് തേക്കുന്നതിനും കുഴപ്പമില്ല. ഇതൊരു ക്രീം പോലായിട്ട് ഇരിക്കുന്നത്. ഇത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്ത് ഒരു തുണി ഉപയോഗിച്ച് നന്നായിട്ട് അരിച്ചെടുത്തതാണ്. അതുകൊണ്ട് ഇതിൽ തരികളൊന്നും തന്നെ ഇല്ല. അതാ ഞാൻ പറഞ്ഞ ഒരു ക്രീമായിട്ടാണെങ്കിൽ നമുക്ക് തേക്കാമെന്ന് പറഞ്ഞാൽ കണ്ടോ. ഇത്തിരി കട്ടിയുണ്ട്. നമുക്ക് ഈ പാക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസാക്കാനായിട്ടും സ്കിന്ന് ഇച്ചിരി കൂടി ഒന്ന് ബ്രൈറ്റ് ആക്കാനൊക്കെ ആയിട്ട് നമുക്ക് 2 സൂത്രങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം, സ്പൂണും കൊണ്ടാണ് ഞാൻ എടുക്കുന്നത്, ആവശ്യമുള്ളത് മാത്രം ഞാനിതാ പാത്രത്തിലോട്ടൊന്ന് എടുക്കുവാണേ. അപ്പം ഞാൻ ബദാം പരിപ്പ് എടുത്തേക്കണത് ഒരു 15 ബദാം പരിപ്പാണ് കേട്ടോ. 15 ബദാം പരിപ്പും ഒരു പിടി നമ്മുടെ കയ്യിൽ ഉള്ളം കൈയുടെ ഈ അളവിലുള്ള പച്ചരിയാണ് ഞാൻ എടുത്തേക്കണത്. നല്ലോണം കഴുകി വെള്ളത്തിൽ കുതിർത്തിട്ട് ഒരു 4-5 മണിക്കൂർ വെച്ചാൽ മതി. എന്നിട്ട് അതിൻ്റെ ബദാമിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ആ വെള്ളം തന്നെ ഉപയോഗിച്ച് നമുക്ക് അരച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് റോസ് വാട്ടർ ഉപയോഗിച്ച് വേണമെങ്കിൽ അരച്ചെടുക്കാം. എന്നിട്ട് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം കേട്ടോ. ഇച്ചിരി വെള്ളം കൂടി ചേർത്ത് കുറുക്കിയെടുക്കുന്നത് നല്ലത്, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് അടി പിടിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് കുറുക്കിയെടുത്ത് ചൂടാറിയതിന് ശേഷം തുണി ഉപയോഗിച്ച് അരിച്ചെടുത്തതാണ്. ഞാൻ പറയുന്ന ചില വാക്കൊന്നും ചില ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു. അതെന്ന് വെച്ചാൽ ഞാൻ കാസർഗോഡുകാരിയാണ്. അപ്പം അവിടുത്തെ ഭാഷയൊക്കെ ഇടയ്ക്ക് അങ്ങ് കയറി വരാറുണ്ട്, അതായിരിക്കണം. അപ്പം ഞാനിതാ ഈ ഒരു ചെറിയൊരു സ്പൂൺ അളവിലുള്ള ആ ഒരു നമ്മുടെ അരിയും ബദാമും ചേർത്തുള്ള ആ ഒരു കുറുക്കില്ലേ, ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട സാധനം അറിയാവേ, എൻ്റെ കയ്യിലൊക്കെ ആയി. പിന്നെ വേണ്ട സാധനം ഇതാ അലോവേറ ജെല്ലാണ്. കടയിൽ നിന്ന് മേടിക്കുന്ന അലോവേറ ജെല്ലാണ് ഞാൻ എടുത്തേക്കണം കേട്ടോ. അതെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള അലോവേറ ജെല്ലായാലും പ്രശ്നമില്ല. ഇതാ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓയിൽ സ്കിന്നുകാർക്കുള്ള ഒരു പാക്കാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ ഒരു വൈറ്റമിൻ ഇ ഗുളികയും കൂടി ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ അലോവേറ ജെല്ല് ചേർത്തു. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. പാലെടുത്തിട്ടുണ്ട്, ഒഴിച്ചു കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അലോവേറ ജെല്ല്, അരിപ്പൊടിയും ബദാമും ചേർത്തുള്ള ആ കുറുക്ക്, പിന്നെ പാലിച്ചിരും കൂടി ഒന്ന് ഒഴിച്ചെടുക്കാവേ. സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവും കേട്ടോ. ബ്രൈറ്റ് ആവും മാത്രമല്ല, മുഖത്ത് വന്ന പാടുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ലവണ്ണം കുറയും ചെയ്യും കേട്ടോ. അപ്പം നമ്മുടെ പാക്കെന്നോ ക്രീമെന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഇതാ തയ്യാറായിട്ടുണ്ട്. നല്ല ക്രീം പോലെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ കുറച്ചും കൂടെ പാല് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. തിളപ്പിക്കാത്ത പാല് വേണം ചേർത്ത് കൊടുക്കാൻ. ഇത് നമുക്ക് കഴുത്തിലും മുഖത്തും കൈകളിലും കാലിലും
ഒക്കെ തേക്കാവുന്നതാണ് കേട്ടോ. ചില ആൾക്കാർക്ക് ഡെയിലി പാക്കൊക്കെ തേക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഡെയിലി തേച്ചോളൂ കേട്ടോ. അല്ലാത്തവർ ആഴ്ചയിൽ 4-5 ദിവസങ്ങൾ തേച്ചോളൂ കേട്ടോ. അത് കണ്ടോ നമ്മുടെ പാക്ക് കണ്ടോ, നല്ല ക്രീം പോലെ ആയിട്ടുണ്ട്, ഒരു തരി പോലും ഇല്ലേ. അപ്പോൾ ഞാനിത് മുഖത്ത് അങ്ങ് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുഖത്തുള്ള പാട് മാത്രമല്ല, കരുവാളിപ്പും ഒക്കെ മാറി മുഖം നല്ല ക്ലിയർ ആവേ. കണ്ണിൻ്റെ സൈഡിലൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വേഗം ഡ്രൈ ആവട്ടോ, കാരണം അരിപ്പൊടിയാണല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വൈറ്റമിൻ ഇ ഗുളിക ചേർത്ത് കൊടുക്കാം. എൻ്റെ ഓയിൽ സ്കിൻ ആയതുകൊണ്ടാണ് ഞാൻ വൈറ്റമിൻ ഇ ഗുളിക ചേർത്ത് കൊടുക്കാത്തത്. പിന്നെ ബദാം പരിപ്പിൻ്റെ ഒരു എണ്ണമയൊക്കെ നമ്മുടെ പാക്കിലുണ്ട് കേട്ടോ. അതങ്ങ് അരച്ചെടുക്കുമ്പോഴേ ചെറുതായിട്ടൊരു എണ്ണമയൊക്കെ ഉണ്ട്. ഇത്തിരി എണ്ണയുള്ള പാക്കൊക്കെ മുഖത്ത് വയ്ക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് കുരുക്കൾ വരുന്നുണ്ട്. ഞാനിതിലൊന്നും വൈറ്റമിൻ ഗുളിക ചേർക്കാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാവേ. കട്ടിയിലങ്ങ് തേച്ചെടുക്കാം. എന്നിട്ട് ഡ്രൈ ആകുമ്പം കഴുകിക്കളയാം കേട്ടോ. ഇത് തേച്ചെടുക്കുന്നപ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്യാൻ മറക്കരുത്. ഒരു 10 മിനിറ്റൊക്കെ വെച്ചാൽ 10-15 മിനിറ്റ് അത്രയൊക്കെ വെച്ചാൽ മതി. ഒരുപാട് അങ്ങ് ഡ്രൈ ആയിട്ട് വലിഞ്ഞ് മുറുകൊന്നും വേണ്ട. നിങ്ങൾ തേക്കുമ്പോൾ കഴുത്തിനോട് തേച്ച് കൊടുക്കണേ. ഈ ഡ്രസ്സ് ഇട്ട് കഴുത്ത് തേക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ മുഖത്ത് മാത്രം തേച്ച് കൊടുക്കുന്നുള്ളൂ. ഈ ഡ്രൈ ആവട്ടെ. ഡ്രൈ ആവാൻ നമുക്ക് കഴുകിക്കളയാം കേട്ടോ. ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിക്കണം. ചുമ്മാ തേച്ചിട്ട് കാര്യമില്ല, മസാജ് ചെയ്ത് നമ്മൾ സ്കിന്നിലോട്ട് തേച്ച് പിടിപ്പിക്കണം. കഴിയില്ലേ? ഇനി ഒന്ന് ഡ്രൈ ആവട്ടെ, എന്നിട്ട് നമുക്ക് കഴുകാം. ഞാനിത് ആ മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. മുഖം നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് എല്ലാ ദിവസവും വേണമെങ്കിൽ എല്ലാ ദിവസവും തേക്കാം, അല്ലെങ്കിൽ ആഴ്ചയിൽ 3-4 തവണ വേണമെങ്കിൽ അങ്ങനെ തേക്കാം കേട്ടോ. നല്ല ചേഞ്ച് നമ്മുടെ മുഖത്ത് അറിയാൻ പറ്റും. മുഖത്ത് ഇപ്പോൾ കരിമങ്കലും കറുത്ത പാടുകൾ, കരുവാളിപ്പ്, മുഖക്കുരു വന്ന പാടുകൾ എല്ലാം നമുക്ക് ഈ ഒരു പാക്കിലൂടെ നമുക്ക് മാറ്റാൻ പറ്റും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, മുഖം നല്ല സോഫ്റ്റ് ആവും കേട്ടോ. നമ്മൾ അലോവേറ ജെല്ലും ഒക്കെ ചേർത്തുകൊണ്ട് മുഖം നല്ല സോഫ്റ്റ് ആവും. പിന്നെ ഈ ഒരു പാക്ക് തേച്ച ഉടനെ തന്നെ നമ്മൾ ഒരു ഇത്തിരി മോയ്സ്ചറൈസിങ് ക്രീം കൊണ്ട് മുഖത്ത് തേക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ ഒരു പാക്കിൽ ഒരു വൈറ്റമിൻ ഇ ഗുളിക ഒന്ന് ചേർത്തിട്ട് മുഖത്ത് തേച്ചോളൂ കേട്ടോ. അപ്പം ഞാൻ വൈറ്റമിൻ ഇ ഗുളിക ചേർത്തിട്ടില്ല. അപ്പം അങ്ങനെ ഒരുപാട് അങ്ങ് ഡ്രൈനെസ് അങ്ങ് തോന്നുന്നില്ല കേട്ടോ. നമ്മളതിൽ അലോവേറ ജെല്ലൊക്കെ ചേർത്തുകൊണ്ട് ഒരുപാട് അങ്ങ് ഡ്രൈ ഒന്നും ആവത്തില്ല. നല്ല സൂപ്പർ പാക്കാണ്. പിന്നെ നമ്മളിത് ബദാം പരിപ്പും അരിപ്പൊടിയും ഒക്കെ അറിയാലോ, നല്ല സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവാനൊക്കെ നമ്മളെ സഹായിക്കുന്ന സാധനമാണ് ബദാം പരിപ്പും അരിപ്പൊടി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.